VSന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചവർക്കും അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിയവരോടും നന്ദി പറഞ്ഞ മകൻ VA അരുൺകുമാർ. ഫേസ്ബുക്കിലാണ് VA അരുൺകുമാറിന്റെ വൈകാരിക കുറിപ്പ്. ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അദ്ദേഹം സ്വന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊന്നും അവർ പ്രതീക്ഷിക്കുന്നുമുണ്ടാകില്ല. പക്ഷേ മകൻ എന്നുള്ള നിലയിൽ ആ ഫേസ്ബുക്ക് കുറിപ്പ് അത് അതിവൈകാരികമായാണ്. വിവരങ്ങൾ അതിലെന്തെല്ലാം പറഞ്ഞിരിക്കും? നമ്മളിപ്പോഴും VSന്റെ ആലപ്പുഴയിലെ വീട്ടിലാണുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുതൽ നിരന്തരമായി VSനെ കാണാനെത്തുന്നവർ അല്പസമയം മുൻപാണ് VSന്റെ വീട്ടിലേക്ക് BJP നേതാവായിട്ടുള്ള MD രമേശ് എത്തിയത്. അങ്ങനെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നേതാക്കൾ, പ്രവർത്തകരൊക്കെ VSന്റെ വീട്ടിലേക്ക് ഇപ്പോഴും വരികയാണ്. അതിനിടെയാണ് അല്പസമയം മുൻപ് VSന്റെ മകൻ ഔദ്യോഗികമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇന്നത്തെ പ്രഭാതം അച്ഛനൊപ്പമില്ലെന്ന് തിരിച്ചറിവേണ്ടത് കൂടിയാണ്. കടന്നുപോയ ഒരു മാസക്കാലവും അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞേക്കുമെന്ന പ്രത്യാശ വെച്ച് പുലർത്തിയെങ്കിലും വിധിവിഹിതം മറിച്ചായിപ്പോയി. രോഗശയ്യയിൽ കിടക്കുന്ന അച്ഛനെ കാണാൻ താല്പര്യപ്പെട്ട നൂറുകണക്കിന് അച്ഛന്റെ അടുപ്പക്കാരുണ്ടായിരുന്നു. ഡോക്ടർമാരുടെ കർശന നിർദ്ദേശം നിലവിലുണ്ടായിരുന്നതിനാൽ അന്ത്യനാളുകൾ ആരെയും കാണാൻ അനുവദിക്കാൻ കഴിഞ്ഞില്ല. പലർക്കും ഇക്കാര്യത്തിൽ വിഷമമുണ്ടായിട്ടുണ്ടാകും. ആശുപത്രിയിൽ വന്ന് സമാശ്വസിച്ചവരോട് പോലും വേണ്ടത്ര ഊഷ്മളമായി പ്രതികരിച്ചു എന്ന് സംശയമുണ്ട്. അച്ഛന്റെ വിയോഗം സ്വയം അംഗീകരിക്കാൻ പോലും ഏറെ സമയമെടുത്തു. പിന്നീട് അങ്ങോട്ട് നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെ മാത്രമേ ഓർത്തെടുക്കാനാവുന്നുള്ളൂ. അച്ഛനോടൊപ്പം ബസ്സിലിരുന്ന് വലിയ ചുടുകാട് വരെയുള്ള യാത്രയിലുടനീളം കൺമുന്നിലൂടെ ഒഴുകി നീങ്ങിയ ജനസമുദ്രത്തെ കൂപ്പുകൈകളോടെ സ്മരിക്കുന്നു. മണിക്കൂറുകൾ കാത്തുനിന്നിട്ടും അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പോലും കഴിയാതെ നിരാശരായവരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരോടും നന്ദിയുണ്ടെന്നും ആശുപത്രിയിലെ ഡോക്ടർമാരോട്, സമാശ്വസിപ്പിച്ചവരോട്, അച്ഛനെ നെഞ്ചേറ്റിയ ജനസഹസ്രങ്ങളോട്, പാർട്ടിയോട് നന്ദി രേഖപ്പെടുത്തിയാണ് VS അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ഏതായാലും സ്വാഭാവികമായും ആ മകന് അത്ര മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാരണം ഇക്കഴിഞ്ഞ വർഷങ്ങളിലാകെ 2019 VSന് പക്ഷാഘാതം പിടിപെട്ടതിന് ശേഷം ഇത്രയും വർഷം, ഒരു 6 വർഷത്തെ ഗ്യാപ്പിൽ നമ്മൾ കണ്ടതാണ് അരുൺകുമാർ എങ്ങനെയാണ് VS അച്യുതാനന്ദൻ എന്ന് പറയപ്പെടുന്ന അച്ഛനെ സ്നേഹിച്ചത്, അച്ഛനെ കരുതിയതെന്ന് നമ്മൾ കണ്ടതാണ്. അവസാനത്തെ 28 ദിവസവും പട്ടം SUT ആശുപത്രിയിൽ എല്ലാ നേരവും എല്ലാ നിമിഷവും VSനൊപ്പം ഇരുന്നതും അരുൺകുമാറാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ വൈകാരികത ഉണ്ടാകും. പക്ഷെ അപ്പോഴും നമുക്കറിയാം, കഴിഞ്ഞ 3 ദിവസം നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്ന്, തിരുവനന്തപുരത്തെ പട്ടത്തെ SUT ആശുപത്രിയിൽ നിന്ന് VSന്റെ ഭൗതിക ശരീരം പുറത്തേക്ക് എടുക്കും മുതൽ വലിയ ചുടുകാട്ടിൽ ഇന്നലെ രാത്രി 9 മണിക്ക് അത് ചിതയിലേക്ക് വിട്ടുകൊടുക്കും വരെ VSനോടുള്ള പാർട്ടിയുടെ സ്നേഹം കണ്ടു, VSനോടുള്ള ജനങ്ങളുടെ സ്നേഹം കണ്ടു. VSനെ വഴിയിൽ കാത്തുനിന്ന് മണിക്കൂറോളം കാത്തുനിന്ന ആളുകൾ പുഷ്പാർച്ചന അർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കണ്ടു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വേലിക്കകത്തെ വീട്ടിൽ ഇപ്പോഴും ആളുകളുടെ ഒരു വലിയ നിര നമുക്ക് കാണാം. അവിടെ ഇപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. MD രമേശാണ് ഇപ്പോൾ VSന്റെ വീട് സന്ദർശിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിയവരോടും മഴയും രാത്രിയും പകലും ഒന്നും കാര്യമാക്കാതെ അവിടെ ഓടിക്കൂടിയ ജനങ്ങളോടും എല്ലാവരോടും നന്ദി പറയുകയാണ് ഒരു മകൻ എന്നുള്ള നിലയിൽ VSന്റെ മകൻ അരുൺകുമാർ. ഷഫീദ് റാവുത്തറാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകി.